എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫോൺ ബാഗാണ് ചെയ്യുന്നത്. ഇപ്പോൾ അളവ് പറയാം. ഇപ്പോൾ 6 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, 8 ഇഞ്ച് നീളമാണ്. 6 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലും 2 പീസ് തുണി എടുക്കുക. അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാൻ നോൺ വൂവനിൻ്റെ കവറിൻ്റെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഡ്ത്ത് 6 ഇഞ്ചാണ്, ലെങ്ത് 8 ഇഞ്ചാണ്. ഇപ്പോൾ മൂന്നും കൂടി ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം 1 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, മൂന്നും കൂടി ചേർത്ത്. ഇപ്പോൾ നീളത്തിലോ വീതിയിലോ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് കറക്റ്റിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് 2 പീസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഇത് 3 പോക്കറ്റുള്ള ഒരു ബാഗാണ്. അതുകൊണ്ട് നമ്മൾക്ക് 2 പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ സിബ് വയ്ക്കണം. സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് പീസും ഇതേപോലെ തന്നെ സിബ് വയ്ക്കുക, 2 പീസിലും. എന്നിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലേസ് വെക്കണമെങ്കിൽ ഇപ്പോഴാണ് ലേസ് 2 പീസിലും വെക്കേണ്ടുന്നത്. ഞാൻ അപ്പോഴും വെച്ചില്ല, അപ്പോഴെനിക്കൊരു ഐഡിയ തോന്നിയില്ല. പിന്നീടാണ് അങ്ങനെ വെച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ 2 സൈഡിൽ മാത്രം ജോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ലേസ് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക സിബിൻ്റെ താഴ്വശത്തായിട്ട്. അപ്പോൾ അടുത്ത പീസ് ആ 2 ഇഞ്ച് കൂടി നമുക്ക് ആ സിബുമായിട്ട് യോജിപ്പിക്കണം 2 പീസിൻ്റെ. അപ്പോൾ നമ്മൾ 2 പീസിൻ്റെ യോജിപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് കറക്റ്റിനതൊന്ന് കട്ട് ചെയ്യണം, സിബ് ബാലൻസ് ഉള്ളത്. ശേഷം നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ മുകളിലും നമുക്ക് ഒരു സിബ് കൂടി വെക്കണം. ഇങ്ങനെ 3 പോക്കറ്റാണ് ഇതിനുള്ളത്. ശേഷം നമുക്ക് അടുത്ത പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം. ആ സൈഡ് ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് വേണം സിബുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പോക്കറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. നീളത്തിൻ്റെ ടോട്ടൽ 2 പീസും കൂടെ ആകുമ്പോൾ 16ആണ്. ഒരു പീസിൻ്റേത് 8ആണ്. അങ്ങനെ 8 വീതി പിന്നെ കറക്റ്റ് അത്രയും തന്നെ 6 ഇഞ്ച് എടുക്കുക. എന്നിട്ട് 2 പീസ് തുണി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ മിഡിൽ ഭാഗത്ത് സിബിൽ നിന്നിൻ്റെ താഴ്വശത്ത് എന്ന് വെച്ചാൽ നമ്മൾ സിബ് ഊരിയിടുകയും ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ താഴെ വയ്ക്കുക, അല്പം താഴെ, ആ സിബ് ഓടിക്കുന്നതിൻ്റെ അല്പം താഴെ. അപ്പം 8 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ലൈനിങ് അല്പം നല്ല തുണികൾ തന്നെയാണ്, ഷർട്ടിൻ്റേതാണ്. അപ്പോൾ ഇങ്ങനെ 4 സൈഡും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ 2 സൈഡും ആ മിഡിൽ ഭാഗത്തെ ആ സിബിലാണ് നമ്മൾ ഈ പോക്കറ്റിൻ്റെ തുണി വെച്ച് അടിക്കേണ്ടുന്നത്. ഇപ്പോൾ സിബ് ഇടുന്നതിൻ്റെ അല്പം താഴ്ത്തി വയ്ക്കണം. ഇനി നമ്മൾക്കതിന് സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ 13 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സാറ്റൻ റിബണിൻ്റെയാണ്. ഒരു 1.5 ഇഞ്ചോളം വീതിയുണ്ട്. ഇതിപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് മടക്കിയടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീതിക്കനുസരിച്ചങ്ങ് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നീളം നിങ്ങൾക്ക് ഇഷ്ടത്തിന് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 30 എടുത്തിട്ടുള്ളത് സ്ട്രാപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിഡിൽ ഭാഗത്തെ സിബിൻ്റെ അവിടെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നൂല് പൊട്ടി ഒക്കെ പോവും. പിന്നെ പതുക്കെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്.
നേരെ വെച്ചിട്ട് ആ സ്ട്രാപ്പ് നേരെ പിടിച്ച് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതായിക്കോളും. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആ പോക്കറ്റിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പോക്കറ്റിന്. എന്നിട്ട് നമ്മൾ ആൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻറ്റ് 2 സൈഡും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലേസ് ഞാൻ സൈഡിൽ മാത്രമേ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു, അതാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ 3 പോക്കറ്റാണ്. 2 സൈഡിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാം. നമുക്ക് മിഡിൽ ഭാഗത്ത് നമുക്ക് ഫോണും വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 3 പോക്കറ്റാണ് ഇതിനുള്ളത്. കുറച്ച് തുണിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊരു ചെറിയ അളവിൽ ഒരു പോക്കറ്റേ ഉള്ളൂ ഇതിന്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതിയാകും. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണിത്. ഇത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത്തിരി ബ്ലൗസിൻ്റെ ബോർഡർ തുണി കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഫോണിടാൻ നമ്മൾക്ക് നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇതിന് ഫോം ഷീറ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഇത് നോൺ വൂവൻ്റെ ക്ലോത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.